ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ സൈറ്റിൽ മെറ്റൽ ബോക്സ് ഒക്കെ ഒരു 2 റൂം കഴിഞ്ഞു, ഒരു ആൾക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നനക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മെറ്റൽ ബോക്സ് ഉറപ്പിച്ചൊരു ഭാഗം ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ മെറ്റൽ ബോക്സ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇൻവെർട്ടർ സെക്ഷനും പവർ സെക്ഷനുമാണ് കൊണ്ടുവന്നത്. KCB, അതായത് ഇൻവെർട്ടർ സെക്ഷൻ സെപ്പറേറ്റ് പൈപ്പായിട്ടാണ് കൊണ്ടുവന്നത്. ആ സ്വിച്ച് ബോർഡിലേക്ക് പിന്നെ KCB ആണെങ്കിൽ KCB മാത്രമേ ഉണ്ടാവുള്ളൂ, ഇൻവെർട്ടർ വരില്ല കേട്ടോ. അപ്പോൾ ഈ ബോക്സുകൾ തമ്മിലെല്ലാം ലൂപ്പിംഗ് ആണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എർത്തിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോഡി എർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലൂപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ബോക്സ് വെച്ചിരിക്കുന്നത്. ഒരു 4 ഇഞ്ച് ലെവലിലാണ് ബോക്സ് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. എല്ലാം കറക്റ്റ് വാട്ടർ ലെവലാണ്. വാട്ടർ ലെവൽ വെച്ചിട്ട് കംപ്ലീറ്റും ഇതാക്കിയിട്ടാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ മെറ്റൽ ബോക്സ് ഉറപ്പിക്കുമ്പോൾ ഇവിടെ SS-ൻ്റെ മെറ്റൽ ബോക്സ് ആണ്. മെറ്റൽ ബോക്സ് ഉറപ്പിക്കുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് ഇത് തൂക്കൊക്കെ ഇപ്പോൾ വരുന്നത് കല്ലൊക്കെ ഏകദേശം തൂക്കിലാണ് വരുന്നത്. എന്നാലും മുകളിലാണ് ഏറ്റവും മിക്കവാറും കനം കൂടാനുള്ള ചാൻസ്. കാരണം ചിലപ്പോൾ ഈ ലിൻഡിൽ കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും മുകളിലായിരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു ഈ കാണുന്ന ലെവൽ 4 ഇഞ്ചിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിധത്തിലൊക്കെ എല്ലാ ബോക്സും ഒപ്പാവും. കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ രണ്ടാമത് കുത്തിപ്പൊളിച്ച് മാറ്റേണ്ടി വരും. ചിലവർ വെക്കുന്നത് ഫുള്ള് ഉള്ളിലാക്കി വെക്കും. അപ്പോൾ എന്താ കഴിഞ്ഞാൽ തേപ്പ് കഴിഞ്ഞാലും മട്ടക്കോല് വലിച്ചു കഴിഞ്ഞാലും അവിടെ ഒരു റാ പോലെ ഒരു ചുഴി പോലെ നിൽക്കും. അപ്പോൾ ഉറുമ്പാളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറും. നിങ്ങൾ എങ്ങനെ വെക്കാറെന്നുള്ളത് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് ഫുട്ട് ലാമ്പാണ്. ഈ ഫുട്ട് ലാമ്പിൻ്റെ കൂടി ഒരു പവർ സെക്ഷനോ അല്ലെങ്കിൽ ഇൻവെർട്ടറിലേക്ക് പോകുന്ന വയറുകളൊന്നും വയ്ക്കാതെ ഫുട്ട് ലാമ്പ് സെപ്പറേറ്റ് ആയിട്ട് വയറിടാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫുട്ട് ലാമ്പ് കത്തി നിൽക്കുന്ന പ്രശ്നം നമുക്ക് സോൾവ് ആവുന്നതാണ് കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ പൈപ്പടി അടുത്തൊരു 2 ദിവസം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ബോക്സിന് കുറച്ചുകൂടി നമുക്ക് ഉറപ്പിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബൈ.